അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരാവുന്ന പ്രിയ ശ്രോതാക്കളെ, ലളിതമായ പ്രവർത്തനം മൂലം സ്വർഗപ്രവേശനം ലഭിക്കുന്ന ആളുകളുണ്ട്. നമ്മളോട് മനസ്സിലാക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ വലിയ നേട്ടങ്ങളായിരിക്കും. ഒരിക്കലും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അഫ്ഷുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക, അഥവാ സലാം പറയുക. വഅത്ഇമുത് തആം, അതേപോലെ തന്നെ നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, അഥവാ ഭക്ഷണം മനുഷ്യന്മാർക്ക് കൊടുക്കുക. ആരെങ്കിലും വന്ന് നമ്മളോട് ഭക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പക്കൽ ഭക്ഷണമുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം. അതിപ്പോൾ ആര് എന്ത് എന്നൊന്നുമല്ല. ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹം വിശപ്പ് കാരണം ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് മൂന്നാമതായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വസല്ലു ബില്ലൈലി വന്നാസ് നിയാം, ജനങ്ങളൊക്കെ നിദ്രയിലായിരിക്കുക, അഥവാ ഉറങ്ങുന്ന സമയത്ത് നീ രാത്രി നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, അപ്പോൾ നോക്കുക, അതിൽ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, നമ്മൾ ആരെ കണ്ടാലും ആദ്യം സലാം പറയുക. രണ്ട് എന്നുള്ളത്, വിശക്കുന്നവന് നീ ഭക്ഷണം കൊടുക്കുക, അഥവാ ഭക്ഷണം കൊടുക്കുക. മൂന്നെന്നുള്ളത്, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നീ എണീറ്റ് എന്ത് ചെയ്യുക, നമസ്കരിക്കുക, അഥവാ ഖിയാമുൽ ലൈൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, രാത്രി നമസ്കാരം നീ നിർവഹിക്കുക. ഇത് നിർവഹിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, തദ്ഖുലുൽ ജന്നത ബിസ്സലാം എന്നുള്ളതാണ്. നിനക്ക് സമാധാനത്തോടെ സ്വർഗപ്രവേശനം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് പറഞ്ഞത്, ലളിതമായ പ്രവർത്തനമാണ്, പക്ഷേ നമുക്ക് ലഭിക്കുന്നതോ വലിയ പ്രതിഫലമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോടും എന്നോടും ഞാൻ പറയുകയാണ്, നമ്മൾ ആ സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗം കിട്ടണം എന്ന് അടിയുറച്ച് ഒരു തീരുമാനം നമ്മൾ എടുക്കുക. എന്നിട്ട് ആ സ്വർഗത്തിലേക്ക് എത്താൻ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ജീവിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അത് പിന്നീട് നമുക്ക് ഒരു വലിയൊരു ഖേദമായി മാറും. അതുകൊണ്ടാണ് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ലക്ഷ്യമാക്കി ജീവിക്കുന്നത് കൊണ്ടാണ് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിൽ എത്ര കിട്ടിയാലും മതിയാവില്ല. ഇപ്പോൾ ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, വലിയ ഒരു തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത്യാവശ്യം സമ്പത്ത് നൽകിയിട്ടുണ്ട്, എന്നാലും അവരതിൽ തൃപ്തി കാണില്ല. ഇനി നേരെ മറിച്ച് ഇപ്പുറത്ത് നല്ലൊരു സത്യവിശ്വാസി ഉണ്ട് വിചാരിക്കും. ആ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവന് ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു ഒരുക്കി കൊടുക്കും. പക്ഷേ അവന് എത്ര ചെറുതാണ് സമ്പത്തെങ്കിലും വലുതാണ് സമ്പത്തെങ്കിലും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ് അവന് കിട്ടും. കാരണം എന്താ അറിയോ, ആ സത്യവിശ്വാസിക്ക് വേണ്ടത് ദുനിയാവിനേക്കാൾ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗമാണ്. അപ്പോൾ ആ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴേ ഈ പറയപ്പെടുന്ന ഹദീസുകളും ഖുർആനൊക്കെ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സത്യവിശ്വാസികളെ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക, അള്ളാഹുവിനും റസൂലിനും മുറുകെ പിടിച്ച് ജീവിക്കുക. അതിലേ വിജയമുള്ളൂ, അതിലേ കാര്യമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മെ സൽബുദ്ധി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.